അപ്രതീക്ഷിതമായ മരണമാണ് കലാഭവൻ നവാസിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഷൂട്ടിംഗ് സെറ്റിൽ എല്ലാവരോടും കളിച്ച് സംസാരിച്ച് വീട്ടിലേക്ക് പോകുവാണെന്ന് പറഞ്ഞ് റൂം വെക്കേറ്റ് ചെയ്യാൻ പോയതാണ്. പെട്ടെന്നുണ്ടായ സൈലന്റ് അറ്റാക്കിൽ നവാസ് മരിക്കുകയായിരുന്നു. അപ്രതീക്ഷിത മരണമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും ഞെട്ടലോടെയാണ് വാർത്ത കേട്ടറിഞ്ഞത്. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിനോദ് കൂവൂർ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നവാസിനെക്കുറിച്ച് നടത്തിയിരിക്കുന്നത്. ഷൂട്ടിംഗ് സമയത്ത് സെറ്റിൽ വെച്ച് നവാസിന് നെഞ്ചുവേദന ഉണ്ടായിരുന്നുവെന്നും ഡോക്ടറെ വിളിച്ച ശേഷം ഷൂട്ടിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയാണ് ആശുപത്രിയിൽ നവാസ് പോകാതെയിരുന്നത്, അവിടെ തുടരുകയായിരുന്നുവെന്നും എന്നാണ് വിനോദിന്റെ വെളിപ്പെടുത്തൽ. അദ്ദേഹത്തിന്റെ മരണവാർത്ത പിന്നീട് കേട്ടപ്പോൾ ഞെട്ടലുണ്ടാക്കി. ഒരുപക്ഷെ ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മോടൊപ്പം ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നു. വിനോദിന്റെ കണ്ണു കലങ്ങി. തന്റെ ജീവിതത്തിൽ ഒരുപാട് മോഹിച്ചിരുന്ന ഒരു ചിത്രവും കഥാപാത്രവും ഒക്കെയായിരിക്കും ആ സിനിമയിൽ നവാസിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാകും അതിടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി ഡോക്ടറെ കാണാൻ നവാസ് നിൽക്കാഞ്ഞത്. ആർക്കും താൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വിചാരിക്കുന്ന ആളാണ് നവാസ്. അതും സെറ്റിൽ നിന്ന് ഇടയ്ക്ക് പോകാൻ നവാസിനെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടാകാം. വിനോദ് തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നവാസിക്ക, എന്തൊരു പോക്കാ ഇത്! വിവരമറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണേന്ന് ആഗ്രഹിച്ചു. പക്ഷെ കളമശ്ശേരി മോർച്ചറിയുടെ മുൻപിൽ വെച്ച് ഇന്നലെ രാത്രി 11 മണിക്ക് ചേതനയേറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ചുറങ്ങുകയാണോന്ന് തോന്നി. കവിളത്ത് തട്ടി നവാസിക്കാന്ന് വിളിച്ചു നോക്കി. കണ്ണൽപ്പം തുറന്നു കിടന്നിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല. ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസിക്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു. ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ 5 മണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസിക്ക കാലയവനിക്കുള്ളിൽ മറഞ്ഞു. ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം. ഏതു നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ. സെറ്റിൽ വച്ച് നെഞ്ചുവേദനയുണ്ടായി. ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി. ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു. വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി. എങ്കിലുകൾക്ക് ഇവിടെ സ്ഥാനമില്ലല്ലോ. നവാസിക്കയുടെ സമയം വന്നു. നവാസിക്ക പോയി, അത്ര തന്നെ. കഴിഞ്ഞ അമ്മയുടെ കുടുംബസംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രമായിരുന്നു നവാസിക്ക. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചത് ഓർക്കുന്നു. ഒരുമിച്ച് കുറെ സ്റ്റേജ് പ്രോഗ്രാമുകൾ. അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസിക്കയ്ക്ക്. ഇനി നവാസിക്ക ഓർമ്മകളിൽ മാത്രം. വിശ്വസിക്കാൻ പ്രയാസം. പടച്ചോൻ നവാസിക്കയുടെ കബറടക്കം വിശാലമാക്കി കൊടുക്കട്ടെ. കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം. സഹിക്കാനാകുന്നില്ല നവാസിക്ക. ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ വീട്ടിലേക്ക് പോകണം. ഒരു നോക്ക് കൂടി കാണാൻ. ശരിക്കും പേടിയാവുകയാണ്. 51-ാമത്തെ വയസ്സിലാണ് നവാസിക്കയുടെ മരണം. ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. വേഷം തീർന്നാൽ വേദി ഒഴിയേണ്ടേ ആരായാലും. പ്രണാമം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.